أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا آمين يا رب العالمين اللهم صل على محمد وعلى آل محمد അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ സൂറത്തുൽ ഹൂദിലാണ് നമ്മൾ നിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്തിനെ നമുക്ക് നൽകിയത് ഏറ്റവും ഖൈറും അനുഗ്രഹീതവുമായിട്ടാണ്. കാരണം നമുക്ക് ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ സൂറത്ത് തഫ്സീറിലേക്ക് പോകുമ്പോൾ നമുക്ക് കരഞ്ഞുകൊണ്ടല്ലാതെ ഈ സൂറത്തിൽ നിന്ന് നമുക്ക് എണീക്കാൻ കഴിയില്ല. കാരണം നമുക്ക് ജീവിതത്തില് നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നമുക്ക് കാണാൻ കഴിയുന്നതും ഈ സൂറത്തിനെ കാണുമ്പോഴാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും അനുഗ്രഹിച്ചിട്ട് നമ്മളെ നൽകിയിട്ടും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഹൂദിന്റെ ജനത, സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ ജനത, നൂഹിന്റെ ജനത ഒക്കെ നമുക്ക് സങ്കടവും ഉണ്ടാക്കുന്നുണ്ട് അവരെ കുറിച്ച് ആലോചിച്ചിട്ട്. അതേസമയം നമ്മളെവിടെ നിൽക്കുന്നതെന്ന് ആലോചിച്ചിട്ടുള്ള ഭയവും ഉണ്ട്. നമ്മള് ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തൗഹീദിൽ തന്നെയല്ലേ നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ട് എന്നാലും ഒരു സംശയത്തിലാവുകയാണ് നമ്മൾ. കാരണം എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ റബ്ബേ, ഞാൻ അറിഞ്ഞുകൊണ്ട് അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ എന്നിൽ നിന്ന് വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ അറിയാതെ പോലും ചിന്തിച്ചു പോകുന്നൊരു അവസ്ഥയാണ് ഈ സൂറത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നെ നരപ്പിച്ചു കളഞ്ഞ സൂറത്താണിത് എന്ന്. കാരണം അത്രയും ഭയം കൊണ്ട് നമ്മുടെ മുടികളൊക്കെ നരച്ചു പോകും. അതായത് അത്രയും പ്രായമായി പോകും നമുക്കെന്ന്. കാരണം നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും നമുക്ക് ഭയം കയറി വന്നിട്ട് നമുക്ക് ജീവിതത്തിനോട് യാതൊരു നമുക്ക് ജീവിതം തന്നെ വേണ്ടാന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയൊരു ഭയമാണ് ഇതിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നത്. നമ്മളെല്ലാവരും ശ്രദ്ധയോടുകൂടി ജീവിക്കണമെന്നും ഈ തെറ്റുകളിലേക്ക് വീഴാതെ നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ സന്തതി പരമ്പരകളെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ ഹൂദിലെ 80-ാമത്തെ ആയത്ത് മുതലാണ് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതായത് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലേക്ക് മലക്കുകളെ വന്ന സന്ദർഭമാണ് ഈ പറയുന്നത്. ഒക്കെ മലക്കുകള് നന്മയും കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള വചനങ്ങളും കൊണ്ട് ഇറങ്ങാറുണ്ട്. എന്നാല് ശിക്ഷ കൊണ്ടും ഇറങ്ങാറുണ്ട്. ശിക്ഷ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് പിന്നീട് ഒരിക്കലും അവർക്ക് തിരിച്ചു മടങ്ങാനാവില്ല എന്നാണ്. ആ ശിക്ഷ അത് സമൂഹത്തിൽ വന്നിട്ട് അവർക്ക് തിരിച്ചു മടങ്ങാനാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മലക്കുകൾ ഇറങ്ങുന്നതിനെ കുറിച്ച് നന്മ കൊണ്ട് മലക്കുകൾ ഇറങ്ങാൻ എപ്പോഴും ദുആ ചെയ്യുക. നമുക്കുള്ള ദുആകളും ഒക്കെ പൂർത്തീകരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിനെ സ്വീകരിക്കാനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവർ പറഞ്ഞു, അതായത് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലേക്ക് മലക്കുകൾ കയറി വന്നപ്പം മലക്കുകളെ ചുറ്റും അവിടുത്തെ ജനങ്ങൾ പൊതിഞ്ഞു എന്നാണ്. അതായത് അവർ സ്വവർഗരതിക്കാരായിരുന്നു. അതായത് ആണുങ്ങളെ തന്നെ പിന്നാലെ പോകുന്ന ആളുകളായിരുന്നു. അപ്പം ആണുങ്ങളെ കണ്ടപ്പോൾ ആണുങ്ങളായിട്ടുള്ള ആളുകളെ തന്നെ അവർക്ക് ചുറ്റും പൊതിഞ്ഞു, ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ലൂത്ത് അലൈഹി ഇസ്ലാം പറയാണ്, എനിക്ക് എന്റെ പെൺമക്കളുണ്ട്, ഞാൻ അവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം, നിങ്ങൾ എന്റെ അതിഥികളെ വെറുതെ വിടണമെന്ന്. അപ്പൊ പക്ഷെ അവര് അത് കേൾക്കാൻ തയ്യാറായില്ല. ആ ഭാഗമാണ് 79-ാമത്തെ ആയത്ത്. അവർ പറഞ്ഞു, നിന്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് നിനക്ക് അറിവുണ്ടല്ലോ, തീർച്ചയായും നിനക്കറിയാം ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളെ തടയുവാൻ ശക്തിയുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായി എനിക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നുവെങ്കിൽ. അവർ പറഞ്ഞു, ലൂത്തേ, തീർച്ചയായും ഞങ്ങൾ നിന്റെ രക്ഷിതാവിന്റെ ദൂതന്മാരാണ്.
അവർക്ക് ജനങ്ങൾക്ക് നിന്റെ അടുത്തേക്ക് എത്താനാവില്ല. ആകയാൽ നീ രാത്രിയിൽ നിന്നുള്ള ഒരു യാമത്തിൽ നിന്റെ കുടുംബത്തെയും കൊണ്ട് യാത്ര പുറപ്പെട്ടുകൊള്ളുക. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും തിരിഞ്ഞു നോക്കരുത്, നിന്റെ ഭാര്യ ഒഴികെ. തീർച്ചയായും അവർക്ക് ജനങ്ങൾക്ക് വന്നു ഭവിച്ച ശിക്ഷ അവൾക്കും വന്നു ഭവിക്കുന്നതാണ്. തീർച്ചയായും അവർക്ക് നിശ്ചയിച്ച അവധി പ്രഭാതമാകുന്നു. പ്രഭാതം അടുത്തു തന്നെയല്ലേ. ശിക്ഷകൾ ഇറങ്ങുന്നത് എപ്പോഴും നമ്മൾ വിശ്രമത്തിലിരിക്കുന്ന സമയത്തായിരിക്കും. അതായത് പ്രഭാതത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ അസറിന്റെ ശേഷം, ളുഹറിന്റെ അസറിന്റെ ഇടയിൽ ഒക്കെ ആയിരിക്കും നമുക്ക് ശിക്ഷ ഇറങ്ങുന്ന സമയങ്ങൾ. അതുകൊണ്ട് തന്നെ അതൊരു നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണെങ്കിൽ പോലും നമ്മൾക്ക് എന്താവണം, നമുക്ക് ഭയം ഉള്ളിലുണ്ടാവണം. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ രാജ്യത്തെ നാം കീഴ്മേൽ മറിക്കുകയും അട്ടിയട്ടിയായി ചൂള വെച്ച ഇഷ്ടികക്കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടത് എത്രയാ. ആ കല്ലുകൾ അത് ഈ അക്രമികളിൽ നിന്ന് അകലെയല്ല. മദിയൻകാരിലേക്ക് അവരുടെ സഹോദരനായ ശുഐബിനെയും നമ്മെ യോഗിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുത്. തീർച്ചയായും നിങ്ങളെ ഞാൻ കാണുന്നത് ക്ഷേമത്തിലായിട്ടാണ്. നിങ്ങളെ ആകെ വലയം ചെയ്യുന്ന ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങളുടെ മേൽ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. എന്റെ ജനങ്ങളെ, നിങ്ങൾ അളവും തൂക്കവും നീതിപൂർവ്വം പൂർണ്ണമാക്കി കൊടുക്കുക. ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കമ്മി വരുത്താതിരിക്കുകയും ചെയ്യുക. നാശകാരികളായിക്കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. അള്ളാഹു ബാക്കിയാക്കി തരുന്നതാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ കാവൽക്കാരനൊന്നുമല്ല. അവർ പറഞ്ഞു, ഷേബേ, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നും ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം പ്രവർത്തിക്കാൻ പാടില്ലെന്നും നിനക്ക് കൽപ്പന നൽകുന്നത് നിന്റെ ഈ നമസ്കാരമാണോ? തീർച്ചയായും നീ സഹനശീലനും വിവേകശാലിയുമാണല്ലോ. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുവാനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ എനിക്ക് എങ്ങനെ സത്യം മറച്ചു വെക്കാൻ കഴിയും? നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്താനല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അതിന് ഉദവി ലഭിക്കുന്നത്. അവന്റെ മേലാണ് ഞാൻ ബലമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു. എന്റെ ജനങ്ങളെ, നൂഹിന്റെ ജനതയ്ക്കോ ഹൂദിന്റെ ജനതയ്ക്കോ സ്വാലിഹിന്റെ ജനതയ്ക്കോ ബാധിച്ചത് പോലെയുള്ള ശിക്ഷ നിങ്ങൾക്കും ബാധിക്കുവാൻ എന്നോടുള്ള മാത്സര്യം നിങ്ങൾക്ക് ഇടവരുത്താതിരിക്കട്ടെ. ലൂത്തിന്റെ ജനത നിങ്ങളിൽ നിന്ന് അകലെയല്ല താനും. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക. തീർച്ചയായും എന്റെ രക്ഷിതാവ് ഏറെ കരുണയുള്ളവനും ഏറെ സ്നേഹിക്കുന്നവനുമത്രേ. അവർ പറഞ്ഞു, ശുഐബേ, നീ പറയുന്നതിൽ നിന്ന് അധിക ഭാഗവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായും ഞങ്ങളിൽ ബലഹീനനായിട്ടാണ് നിന്നെ ഞങ്ങൾ കാണുന്നത്. നിന്റെ കുടുംബങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ ഒരു പ്രതാപവാനൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്റെ കുടുംബങ്ങളെയാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവേക്കാൾ കൂടുതൽ പ്രതാപമുള്ളവർ? എന്നിട്ട് അവനെ നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്ക് പുറന്തള്ളിക്കളഞ്ഞിരിക്കുകയാണോ? തീർച്ചയായും എന്റെ രക്ഷിതാവ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. എന്റെ ജനങ്ങളെ, നിങ്ങളുടെ നിലപാടനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. തീർച്ചയായും ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് അപമാനകരമായ ശിക്ഷ വരുന്നതെന്നും ആരാണ് കള്ളം പറയുന്നവരെന്നും പുറമേ നിങ്ങൾക്കറിയാം. നിങ്ങൾ കാത്തിരിക്കുക, തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുകയാണ്. നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നാം കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. അക്രമം ചെയ്തവരെ ഘോര ശബ്ദം പിടികൂടുകയും ചെയ്തു. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ തങ്ങളുടെ പാർപ്പിടത്തിൽ കമിഴ്ന്നു വീണ് കിടക്കുകയായിരുന്നു. അവർ അവിടെ താമസിച്ചിട്ടില്ലാത്ത പോലെ സ്ഥലം ശൂന്യമായി. ശ്രദ്ധിക്കുക, സമൂദ് നശിച്ചതുപോലെ തന്നെയാണ് മദിയനും നാശം. സമുദായവും മദിയൻ സമുദായവും അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് ഒരേ രീതിയിലായിരുന്നു. അവർക്കൊരു ശബ്ദം വരികയും ആ ശബ്ദത്തിന്റെ പിന്നാലെ അവര് മരണപ്പെട്ടു പോവുകയും ചെയ്യായിരുന്നു. നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണവുമായി മൂസയെ നാം നിയോഗിക്കുകയുണ്ടായി ഫിറഔന്റെയും അവന്റെ പ്രമാണികളുടെയും അടുത്തേക്ക്. എന്നിട്ട് അവർ പ്രമാണിമാർ ഫിറഔന്റെ കൽപ്പന പിൻപറ്റുകയാണ് ചെയ്തത്. ഫിറഔന്റെ കൽപ്പനയാകട്ടെ വിവേകപൂർണമല്ല താനും. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവൻ ഫിറഔൻ തന്റെ ജനതയുടെ മുമ്പിലുണ്ടായിരിക്കും. എന്നിട്ട് അവരെ അവൻ നരകത്തിലേക്ക് ആനയിക്കും. അവർ ആനയിക്കപ്പെടുന്ന ആ സ്ഥാനം എത്ര ചീത്ത! ഈ ലോകത്തും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലും ശാപം അവരുടെ പിന്നാലെ അയക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് നൽകപ്പെട്ട ആ സമ്മാനം എത്ര ചീത്ത! വിവിധ രാജ്യങ്ങളുടെ വൃത്താന്തങ്ങളിൽ ചിലതത്രേ അത്. നാം അത് നിനക്ക് വിവരിച്ചു തരുന്നു.
അവയിൽ ആ രാജ്യങ്ങളിൽ ചിലത് നിലനിൽക്കുന്നുമുണ്ട്, ചിലത് ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല, പക്ഷെ അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ നിന്റെ രക്ഷിതാവിന്റെ കൽപ്പന വന്ന സമയത്ത് അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അവരുടെ ദൈവങ്ങൾ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല. അവർ ദൈവങ്ങൾ അവർക്ക് നാശം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. വിവിധ രാജ്യക്കാർ അക്രമികളായിരിക്കെ അവരെ പിടികൂടി ശിക്ഷിക്കുമ്പോൾ നിന്റെ രക്ഷിതാവിന്റെ പിടുത്തം അപ്രകാരമാകുന്നു. തീർച്ചയായും അവന്റെ പിടുത്തം വേദനയേറിയതും കഠിനമായതുമാണ്. പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. സർവ്വ മനുഷ്യരും സമ്മേളിക്കപ്പെടുന്ന ഒരു ദിവസമാണത്. സർവരുടെയും സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു ദിവസമാകുന്നത്. നിർണിതമായ ഒരു അവധി വരെ മാത്രമാണ് നാം അത് നീട്ടിവെക്കുന്നത്. ആ അവധി വന്നെത്തുന്ന ദിവസം യാതൊരാളും അവന്റെ അള്ളാഹുവിന്റെ അനുമതിയോടെയല്ലാതെ സംസാരിക്കുകയില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിർഭാഗ്യവാനും സൗഭാഗ്യവാനും ഉണ്ടായിരിക്കും. എന്നാൽ ദുർഭാഗ്യമടഞ്ഞവരാകട്ടെ അവർ നരകത്തിലായിരിക്കും. അവർക്ക് അവിടെ നെടുവീർപ്പും തേങ്ങിക്കരച്ചിലുമാണ് ഉണ്ടായിരിക്കുക. ആകാശങ്ങളിലും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം അവരതിൽ നിത്യവാസികളായിരിക്കും, നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചവരൊഴികെ. തീർച്ചയായും നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നത് തികച്ചും നടപ്പിലാക്കുന്നവനാകുന്നു. എന്നാൽ സൗഭാഗ്യം സിദ്ധിച്ചവരാകട്ടെ അവർ സ്വർഗത്തിലായിരിക്കും. ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം അവരതിൽ നിത്യവാസികളായിരിക്കും, നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചതൊഴികെ. നിലച്ചു പോകാത്തൊരു ദാനമായിരിക്കും അത്. അപ്പോൾ ഇക്കൂട്ടർ ആരാധിച്ചു വരുന്നതിനെ സംബന്ധിച്ച് നീ യാതൊരു സംശയത്തിലും അകപ്പെടരുത്. മുമ്പ് ഇവരുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന അതേ രീതിയിൽ ആരാധന നടത്തുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. തീർച്ചയായും അവർക്കുള്ള ഓഹരി കുറവൊന്നും വരുത്താതെ നാം അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതാണ്. മൂസക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി. എന്നിട്ട് അതിന്റെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി. നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർക്കിടയിൽ വിധി നടത്തപ്പെടുമായിരുന്നു. തീർച്ചയായും ഇവർ ഇതിനെപ്പറ്റി അവിശ്വാസജനകമായ സംശയത്തിലാകുന്നു. തീർച്ചയായും അവരിൽ ഓരോ വിഭാഗത്തിനും നിന്റെ രക്ഷിതാവ് അവരവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം പൂർണ്ണമായും നൽകുക തന്നെ ചെയ്യും. തീർച്ചയായും അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ആകയാൽ നീ കൽപ്പിക്കപ്പെട്ടതുപോലെ നീയും നിന്നോടൊപ്പം അള്ളാഹുവിലേക്ക് മടങ്ങിയവരും നേരായ മാർഗത്തിൽ നിലകൊള്ളുക. നിങ്ങൾ അതിരുവിട്ട് പ്രവർത്തിക്കരുത്. തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു. അക്രമം പ്രവർത്തിച്ചവരുടെ പക്ഷത്തേക്ക് നിങ്ങൾ ചായരുത്, എങ്കിൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് രക്ഷാധികാരികളെയില്ല, പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല. പകലിന്റെ അറ്റങ്ങളിലും രാത്രിയുടെ അന്ത്യയാമങ്ങളിലും ഈ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക. തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ നീക്കിക്കളയുന്നതാണ്. ചിന്തിച്ച് ഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്ബോധനമാണത്. നീ ക്ഷമിക്കുക. സുഹൃതന്മാരുടെ പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല തീർച്ച. ഭൂമിയിൽ നാശമുണ്ടാക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുന്ന നന്മയുടെ പാരമ്പര്യമുള്ള ഒരു വിഭാഗം നിങ്ങൾക്ക് മുമ്പുള്ള തലമുറകളിൽ നിന്ന് എന്തുകൊണ്ടുണ്ടായില്ല? അവരിൽ നിന്ന് നാം രക്ഷപ്പെടുത്തിയെന്ന കൂട്ടത്തിൽപ്പെട്ട ചുരുക്കം ചിലരൊഴികെ. എന്നാൽ അക്രമികാരികൾ തങ്ങൾക്ക് നൽകപ്പെട്ട സുഖാഡംബരങ്ങളുടെ പിന്നാലെ പോവുകയാണ് ചെയ്തത്. അവർ കുറ്റവാളികളായിരിക്കുന്നു. നാട്ടുകാർ പ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കെ നിന്റെ രക്ഷിതാവ് അന്യായമായി രാജ്യങ്ങൾ നശിപ്പിക്കപ്പെടുന്നതല്ല. നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മനുഷ്യരെ അവൻ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. എന്നാൽ അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് കരുണ ചെയ്തവരൊഴികെ അതിനുവേണ്ടിയാണ് അവൻ അവരെ സൃഷ്ടിച്ചത്. ജിന്നുകൾ മനുഷ്യർ എന്നീ രണ്ടു വിഭാഗത്തെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യുമെന്നാണ് നിന്റെ രക്ഷിതാവിന്റെ വചനം നിറവേറ്റിയിരിക്കുന്നു. ജിന്നുകൾ മനുഷ്യർ എന്നീ രണ്ടു വിഭാഗത്തെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന നിന്റെ രക്ഷിതാവിന്റെ വചനം നിറവേറിയിരിക്കുന്നു. ദേവദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ നിന്ന് നിന്റെ മനസ്സിന് ധൈര്യം നൽകുന്നതെല്ലാം നിനക്ക് നാം വിവരിച്ചു തരുന്നു. സ്ഥൈര്യം നൽകുന്നതെല്ലാം നിനക്ക് നാം വിവരിച്ചു തരുന്നു. ഇതിലൂടെ യഥാർത്ഥ വിവരവും സത്യവിശ്വാസികൾക്ക് വേണ്ട സദുപദേശവും ഉത്ബോധനവും നിനക്ക് വന്നു കിട്ടിയിരിക്കുകയാണ്. വിശ്വസിക്കാത്തവരോട് നീ പറയുക, നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. തീർച്ചയായും ഞങ്ങളും പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ കാത്തിരിക്കുക. തീർച്ചയായും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആകാശഭൂമികളുടെ അദൃശ്യ യാഥാർത്ഥ്യങ്ങളെ പറ്റിയുള്ള അറിവ് അള്ളാഹുവിനുള്ളതാണ്. അവങ്കിലേക്ക് തന്നെ കാര്യങ്ങളെല്ലാം അടക്കപ്പെടുകയും ചെയ്യും. ആകയാൽ നീ അവനെ ആരാധിക്കുകയും അവന്റെ മേൽ വരമേൽപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും നിന്റെ രക്ഷിതാവ് അശ്രദ്ധനല്ല. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ യൂസുഫ് ആണ്. സൂറത്തുൽ യൂസുഫിന്റെ കഥ വരുന്നത്
111 ആയത്തുകളായിട്ടാണ് ഈ കഥയെ വെച്ചിട്ടുള്ളത്. ഖുർആനിലെ പൂർണ്ണമായിട്ടും ഒരു കഥ പറഞ്ഞ സൂറത്ത് ഇത് മാത്രമാണ്. ഖുർആനില് പൂർണ്ണമായിട്ടും ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയെക്കുറിച്ച് പൂർണ്ണമായിട്ടും പറഞ്ഞ ഒരൊറ്റ കഥയേ ഉള്ളൂ. അതാണ് സൂറത്തുൽ യൂസുഫ്. ഈ സൂറത്തുൽ യൂസുഫില് പൂർണ്ണമായിട്ടും ജനനം മുതല് മരണം വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പൂർണ്ണമായിട്ടും സൂറത്തുൽ യൂസുഫിന്റെ കഥയിൽ ഉണ്ട്. സൂറത്തുൽ യൂസുഫില് ആ കഥയിൽ കൊടുത്തിട്ടുണ്ട്. ചെറുപ്പത്തിലെ ചെറിയ കാലഘട്ടം മുതല് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ഭാഗങ്ങളും ഖുർആനില് ഈ ഒരു സൂറത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള സൂറത്തുകളിലൊക്കെ ഉം നബിമാരുടെ ചരിത്രം പറയുന്നതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള കണ്ടന്റ്, അതായത് നമ്മളെ ഏത് വഴിയിൽ പോകണം എന്ന് അറിയിച്ചു തരുന്ന ഒരു കഥ അല്ലാതെ ഈ സൂറത്തുൽ യൂസുഫിൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ടും ഒരു കഥയെ വെച്ചിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സൂറത്തില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാനുള്ളതുണ്ട്. യൂസഫ് അലി ഇസ്ലാം രാജാവിന്റെ കീഴിലായിട്ട് ജീവിച്ച ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് രാജാവിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായിക്കൊണ്ട്. എന്നാൽ രാജാവ് ആരായിരുന്നു? ദീനിലായിരുന്നില്ല, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തിന് കീഴിലായിക്കൊണ്ട് യൂസഫ് അലൈഹി ഇസ്ലാം ഭരണം നടത്തിയിട്ടുണ്ട്. അതും ദീന് മുറുകെ പിടിച്ചുകൊണ്ട്. അതൊക്കെ നമ്മുടെ നാടുകളിലും നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്ന, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് പഠിപ്പിച്ചു തരുന്ന ഒരു സൂറത്ത് കൂടിയാണ്. അല്ലാതെ അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മള് ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാത്ത ആളുകളുടെ കീഴിലൊക്കെ ജീവിക്കേണ്ടി വരും. അപ്പോഴൊക്കെ നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു ഭയഭക്തിയും എങ്ങനെയാണ് സത്യസന്ധതയും കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതെന്ന് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിച്ചു തരുകയാണ്. അതിനെക്കുറിച്ച് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സഹോദരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗൃഹത്തിലെ മാതാപിതാക്കളുടെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമായിട്ടുള്ള ഒരു ബാലന്, രാജകീയ ഭവനത്തിന്റെ അടിമ, അതായത് രാജകീയ ഭവനത്തിലേക്ക് അവൻ എത്തിച്ചേരുകയും അവിടെ ഒരു അടിമയായിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നെ അനിതര സാധാരണമായ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട യുവാവ്, അതായത് സൗന്ദര്യം കൊണ്ട് അത്രയും ഹയസ്റ്റ് ലെവലിലായിരുന്നു. അതുകൊണ്ടുണ്ടായ ഫിത്നകൾ. എന്നിട്ട് അതിനുശേഷം കാരണം കൊണ്ട് തന്നെ തീവ്രമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാവുകയും സത്യസന്ധയും ഭയഭക്തിയും കൊണ്ട് മാത്രം അവയെല്ലാം വിജയം വരിക്കുകയും ചെയ്ത ചെറുപ്പക്കാരന്. നമ്മളൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോൾ നമ്മൾ സൗന്ദര്യം വേണം, നമുക്ക് സമ്പത്ത് വേണം, നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ കൂടെ വരാവുന്ന ഫിത്നകളെ കൂടി നമ്മൾ മുൻകൂട്ടി കാണണം. നമുക്ക് ആളുകളെ മുന്നിൽ വലിയ ആളാവണം, പ്രതാപിയാവണം, വലിയ ഉന്നതമായ നിലയിലാവണം എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചൊരു സബബാണ് അതിന്റെ പിന്നാലെയുള്ള പ്രയാസങ്ങളും അതിന്റെ കൂടെ വരുന്ന ഫിത്നകളും. ആ ഫിത്നകൾ കൂടി നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവേണ്ടി വരും. അതാണ് ഇവിടെ യൂസഫ് അലൈഹി ഇസ്ലാം അത്രയും സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഏറ്റവും വലിയ ഫിത്നകളിലായിരുന്നു അദ്ദേഹത്തിന് പോയിപ്പെടേണ്ടി വന്നത്. എന്നിട്ട് അതൊക്കെ എന്താണ്, അദ്ദേഹത്തിന്റെ വിൽ പവർ കൊണ്ട്, അവന്റെ മനസ്സിന്റെ ഉറപ്പ് കൊണ്ട് അദ്ദേഹം അതിനൊക്കെ കടന്നു പോവുകയാണ് ചെയ്തത്. എന്നിട്ട് അവസാനം എന്തായത്? നിഷ്കളങ്കതയും ചാരിത്രശുദ്ധിയും പരിരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം സുഖസൗകര്യങ്ങളെല്ലാം തിരിച്ച് കൊല്ലങ്ങളോളം കാരാഗൃഹത്തിൽ ജീവിതം അനുഭവിക്കേണ്ടി വന്ന ത്യാഗിവര്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. കാരണം ഇത് പുറത്ത് നിൽക്കുമ്പം അദ്ദേഹത്തിന്റെ പിന്നാലെ ഫിത്നകൾ കൊണ്ട് മൂടപ്പെട്ടപ്പം അദ്ദേഹം സിനയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാരാഗ്രഹത്തിലേക്ക് എന്നെ അയക്കാൻ, എന്നെ സംരക്ഷിച്ച് നിർത്തി തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ഇങ്ങനെ അദ്ദേഹം കാരാഗ്രഹ ജീവിതം എടുക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ തടവറയിലാണെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങൾ നിലനിർത്തിയിരുന്നു. അതുപോലെ തന്നെ തൗഹീദിലേക്ക് ജനങ്ങളെ, അതിനുള്ളിലുള്ള ആളുകളെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവാചക പാരമ്പര്യവും സത്യമത പ്രബോധന കൃത്യം പുലർത്തിക്കൊണ്ട് അവിശ്വാസിയായ രാജാവിന്റെ മന്ത്രിപദം ഏറ്റെടുത്തു എന്നാണ്. അതായത് ഒരു രാജാവ് എന്തായിരുന്നു? വിശ്വാസിയായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തിന്റെ മന്ത്രിപദം ഏറ്റെടുത്ത്
സമർത്ഥവണ്ണം അത് കൈകാര്യം ചെയ്യുകയും ചെയ്ത വിദഗ്ധനായ ഭരണകർത്താവായിരുന്നു അദ്ദേഹം എന്നാണ്. തന്നെ കൊലപ്പെടുത്തിയെന്ന് വിചാരിച്ച് സംതൃപ്തിയടഞ്ഞ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകി അവരെ മാനിക്കുകയും അവർക്ക് ഉന്നതമായ സ്ഥാനം നൽകുകയും രാജസിംഹാസനത്തിൽ വെച്ച് പോലും മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിന് മാതൃക കാണിക്കുകയും ചെയ്ത മഹാമനസ്കൻ എന്നിങ്ങനെ യൂസഫ് അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെ സ്പർശിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ സൂറത്ത് എന്നാണ് തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഏറ്റവും താഴേക്കിടയിലുള്ളത് മുതൽ ഏറ്റവും മേലക്കിടയിലുള്ള രീതിയിൽ വരെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇതില് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ ഈ സൂറത്തിലെ ഈ ഭാഗങ്ങള് മുൻ വേദഗ്രന്ഥങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അത് വെച്ചിട്ട് ആളുകള് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം അതില് പല കാര്യങ്ങളും നമുക്ക് ഖുർആനിൽ ഇല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ മെല്ലെ മാറ്റി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിലെ നന്മയും തിന്മയും ഉണ്ടാകാം, അല്ലാഹു അലം. അപ്പൊ നമ്മളതിനെ പാട്ടുരൂപത്തിലും നമ്മളെ നാട്ടിലൊക്കെ പിന്നെ യൂസഫ് അലൈഹി ഇസ്ലാമിന്റെ കഥയെ നമ്മൾ പാട്ടുരൂപത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്താവും, നമുക്ക് ഫിത്നകൾ ഉണ്ടാക്കി കൊണ്ടുവരും. കാരണം നമ്മൾ അതിലെ മുഴുകുകയും അതിലെ പിന്നെ സൗന്ദര്യം ആസ്വദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൊരു പിക്ചർ വരും. യൂസഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടും അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന് പിന്നാലെ നടന്ന പിന്നെ സ്ത്രീയെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് ഒരു പിക്ചർ ഒക്കെ വരും. അത് നമുക്ക് പിന്നീട് ഫിത്നകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതായത് ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, തനിക്ക് വേദക്കാരിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രന്ഥവുമായി ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് വായിച്ചു കേൾപ്പിച്ചു എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖത്താബിന്റെ മകനെ, നിങ്ങൾ അതിൽ ഭ്രമം പിടിപെട്ടിരിക്കുന്നുവോ? എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഞാൻ ഇത് ഖുർആൻ നിങ്ങൾക്ക് ശുദ്ധമായ യാതൊരു കലർപ്പും കൂടാതെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ അവരോട് വേദക്കാരോടൊന്നും ചോദിച്ചറിയേണ്ടതില്ല. കാരണം അവർ വല്ല യാഥാർത്ഥ്യവും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ വ്യാജമാക്കുകയോ അല്ലെങ്കിൽ അയാഥാർത്ഥ്യമായ വല്ലതും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് സത്യപ്പെടുത്തുകയോ ചെയ്തേക്കാം. എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. മൂസ അലൈഹി ഇസ്ലാം ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റുകയല്ലാതെ അദ്ദേഹത്തിന് നിവൃത്തി ഉണ്ടാകുമായിരുന്നില്ല. കാരണം അവര് പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാല് രണ്ട് തരത്തിൽ ഫിത്ന വരും. ഒന്ന്, നമ്മളെ ഖുർആനെ ക്കാളും മുകളിലായിട്ട് അതിനെ കാണും. അല്ലെങ്കിൽ നമ്മൾ അതിലുള്ള അസത്യങ്ങള് നമ്മളെ പിൻപറ്റുന്നതായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റുള്ള മതസ്ഥരുടെ വേദഗ്രന്ഥങ്ങളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും അത് നമുക്ക് നന്മ കൊണ്ടുവരുന്നില്ല. നമ്മളതില് അറിയാതെ പെട്ടുപോകുന്ന ഒരവസ്ഥ വരും. നമുക്ക് ചുറ്റുഭാഗത്തും ഒരുപാട് ആളുകൾ അങ്ങനെ കാണാവുന്നതാണ്. അവര് ദീനിലായിരുന്ന ഒരുപാട് നല്ല ദീനിയായിട്ടുള്ള ആളുകൾ, നല്ല നല്ല മുത്തഖീങ്ങളായിട്ട് ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തില് മറ്റു മതസ്ഥരുടെ വേദഗ്രന്ഥങ്ങളിലേക്ക് മാറിപ്പോയ എത്രയോ ചരിത്രങ്ങളും കഥകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരിൽ നിന്നൊന്നും വ്യത്യസ്തരല്ല. കാരണം നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ഏത് സമയവും ചാടിക്കളിക്കാവുന്നൊരു ഈമാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഈമാന്റെ നമുക്ക് തന്നെ നമ്മുടെ ഈമാനിൽ നമുക്ക് ഉറപ്പില്ലാതിരിക്കുക നമ്മൾ മറ്റൊരാളുടെ വേദഗ്രന്ഥത്തിലേക്ക് പോയിട്ട് അതില് നമ്മളെ ദീന് ഇല്ലാതായി കളയുന്ന അവസ്ഥ വരരുത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന കേട്ട ചില യഹൂദികൾ അവരുടെ ഗ്രന്ഥത്തിലുള്ളതുമായി യോജിച്ച് കണ്ടതുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കുകയുണ്ടായതായി ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അദലായിൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പ്രസ്താവിച്ചിരിക്കുന്നു. ഇതാണ് ഈ സൂറത്തുൽ യൂസഫിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പിന്നിലുള്ള ഒരു കഥ. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് സൂറത്തുൽ യൂസഫിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. സ്പഷ്ടമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു അവ. നിങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി അത് അറബി ഭാഷയിൽ വായിക്കപ്പെടുന്ന ഒരു പ്രമാണമായി നാം അവതരിപ്പിച്ചിരിക്കുന്നു. എനിക്ക് ഈ ഖുർആൻ ബോധന നൽകിയത് വഴി ഏറ്റവും നല്ല ചരിത്ര വിവരണമാണ് ഞാൻ നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിനു മുമ്പ് നീ അതിനെപ്പറ്റി ബോധമില്ലാത്തവനായിരുന്നു. യൂസഫ് തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, എന്റെ പിതാവെ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. പിതാവ് പറഞ്ഞു, എന്റെ കുഞ്ഞുമകനെ, നിന്റെ സ്വപ്നം നീ നിന്റെ സഹോദരന്മാർക്ക് വിവരിച്ചു കൊടുക്കരുത്. അവർ നിനക്കെതിരെ വല്ല തന്ത്രവും പ്രയോഗിച്ചേക്കും. തീർച്ചയായും പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാകുന്നു.
അപ്രകാരം നിന്റെ രക്ഷിതാവ് നിന്നെ തിരഞ്ഞെടുക്കുകയും സ്വപ്നവാർത്തകളുടെ വ്യാഖ്യാനത്തിൽ നിന്ന് നിനക്ക് അവൻ പഠിപ്പിച്ചു തരികയും നിന്റെ മേലും യാക്കോബ് കുടുംബത്തിന്റെ മേലും അവന്റെ അനുഗ്രഹങ്ങൾ അവൻ നിറവേറ്റുകയും ചെയ്യുന്നതാണ്. മുമ്പ് നിന്റെ രണ്ട് പിതാക്കളായ ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും കാര്യത്തിൽ അതവൻ നിറവേറ്റിയതുപോലെ തന്നെ തീർച്ചയായും നിന്റെ രക്ഷിതാവ് സർവജ്ഞനും യുക്തിമാനുമാകുന്നു. തീർച്ചയായും യൂസഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും ചോദിച്ച് മനസ്സിലാക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. യൂസഫും അവന്റെ സഹോദരനുമാണ് നമ്മുടെ പിതാവിനെ നമ്മളെക്കാൾ ഇഷ്ടപ്പെട്ടവർ. നമ്മളാകട്ടെ ഒരു പ്രബലമായ സംഘമാണ് താനും. തീർച്ചയായും നമ്മുടെ പിതാവ് വ്യക്തമായ വഴിപിഴവിൽ തന്നെയാണ്. നിങ്ങൾ യൂസഫിനെ കൊന്നുകളയുക, അല്ലെങ്കിൽ വല്ല ഭൂപ്രദേശത്തും അവനെ കൊണ്ടുപോയി ഇട്ടേക്കുക. എങ്കിൽ നിങ്ങളുടെ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ആളുകളായി കഴിയുകയും ചെയ്യാമെന്ന് അവർ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ. അവരിൽ നിന്ന് ഒരു വക്താവ് പറഞ്ഞു, യൂസഫിനെ നിങ്ങൾ കൊല്ലരുത്. നിങ്ങൾക്ക് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ ഒരു കിണറ്റിന്റെ അടിയിലേക്ക് ഇട്ടേക്കുക. ഏതെങ്കിലും യാത്രാസംഘം അവനെ കണ്ടെടുത്തുകൊള്ളും. തുടർന്ന് പിതാവിന്റെ അടുത്ത് ചെന്ന് അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, താങ്കൾക്ക് എന്തു പറ്റി? യൂസഫിന്റെ കാര്യത്തിൽ താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല. ഞങ്ങളാകട്ടെ തീർച്ചയായും അവന്റെ ഗുണകാംക്ഷികളാകുന്നു താനും. യൂസുഫ് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ സഹോദരൻ ബിനിയാമും ഇവർ രണ്ടുപേരും പിന്നെ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ വേറൊരു ഭാര്യയിലെ മക്കളായിരുന്നു. ഓക്കെ, പിന്നെ വേറെ മക്കളിൽക്കുണ്ടായ സഹോദരങ്ങളായിരുന്നു ബാക്കിയുള്ളവർ, 10 മക്കൾ. ഓക്കെ, അങ്ങനെ ആയിരുന്നു അവരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ മരണപ്പെടുകയും അങ്ങനെ യൂസഫ് അലൈഹി ഇസ്ലാമും ബിനിയാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരനും മാത്രമായി അതിൽ അവശേഷിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് പ്രത്യേകമായിട്ട് യാക്കൂബ് അലൈഹി ഇസ്ലാമിന് സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം അദ്ദേഹത്തെ എപ്പോഴും പുറത്തേക്കൊന്നും വിടൂല, അദ്ദേഹത്തെ എപ്പോഴും സംരക്ഷിച്ചു നിർത്തും. ഇവരെ കൂടെ നോർമലായിട്ട് കളിക്കുന്ന മറ്റുള്ള പിന്നെ മറ്റേ മാതാവിന്റെ സഹോദരങ്ങളുമായിട്ട് കളിക്കാനൊന്നും ഈ കുഞ്ഞിനെ വിടാറുണ്ടായിരുന്നില്ല യാക്കൂബ് അലൈഹി ഇസ്ലാം. അപ്പൊ അതുകൊണ്ടാണ് ഇവര് വേറെ തന്നെ യാക്കൂബ് അലൈഹി ഇസ്ലാമിനോട് ഈ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പിതാവിന്റെ അടുത്ത് ചെന്ന് അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവെ, താങ്കൾക്ക് എന്ത് പറ്റി? യൂസഫിന്റെ കാര്യത്തിൽ താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല. ഞങ്ങളാകട്ടെ തീർച്ചയായും അവന്റെ ഗുണകാംക്ഷികളാണ് താനും. നാളെ അവനെ ഞങ്ങളോടൊപ്പം അയച്ചു തരിക. അവൻ ഉല്ലസിച്ച് ഹലോ നടന്നു കളിക്കട്ടെ. നാളെ അവനെ ഞങ്ങളോടൊപ്പം അയച്ചു തരിക. അവൻ ഉല്ലസിച്ച് നടന്നു കളിക്കട്ടെ. തീർച്ചയായും ഞങ്ങൾ അവനെ കാത്തു രക്ഷിച്ചു കൊള്ളാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവനെ കൊണ്ടുപോവുക എന്നത് തീർച്ചയായും എനിക്ക് സങ്കടമുണ്ടാക്കുന്നതാണ്. നിങ്ങൾ അവനെ പറ്റി അശ്രദ്ധനായിരിക്കെ അവനെ ചെന്നായി തിന്നേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു പ്രബലമായ സംഘമായിരുന്നിട്ടും അവനെ ചെന്നായി തിന്നുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ മഹാനഷ്ടക്കാർ തന്നെയായിരിക്കും. അങ്ങനെ അവർ യൂസഫിനെയും കൊണ്ടുപോവുകയും അവനെ കിണറ്റിന്റെ അടിയിലേക്ക് ഇടുവാൻ അവർ ഒന്നിച്ച് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അവർ ആ കടുങ്കൈ പ്രവർത്തിക്കുക തന്നെ ചെയ്തു. തീർച്ചയായും നീ അവർക്ക് അവരുടെ ഈ ചെയ്തിയെ പറ്റി ഒരിക്കൽ വിവരിച്ചു കൊടുക്കുമെന്ന് യൂസഫിന് നാം ബോധനം നൽകുകയും ചെയ്തു. അന്ന് അവർ അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കുകയില്ല. അവർ സന്ധ്യാസമയത്ത് അവരുടെ പിതാവിന്റെ അടുക്കൽ ചരഞ്ഞുകൊണ്ട് ചെന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവെ, ഞങ്ങൾ മത്സരിച്ചോടിപ്പോവുകയും യൂസഫിനെ ഞങ്ങളുടെ സാധനങ്ങളുടെ അടുത്ത് വിട്ടുപോവുകയും ചെയ്തു. അപ്പോൾ അവനെ ചെന്നായി തിന്നുകളഞ്ഞു. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ പോലും താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുകയില്ലല്ലോ. യൂസഫിന്റെ കുപ്പായത്തിൽ കള്ളച്ചോരയുമായാണ് അവർ വന്നത്. പിതാവ് പറഞ്ഞു, അങ്ങനെയല്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഒരു കാര്യം ഭംഗിയായി തോന്നിപ്പിച്ചിരിക്കുന്നു. അതിനാൽ നല്ല ക്ഷമ കൈക്കൊള്ളുക തന്നെ. നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം തേടാനുള്ളത് അള്ളാഹുവിനോടത്രേ. യൂസഫ് അലൈഹി ഇസ്ലാമിന്റെ ചോരയാണെന്ന് പറഞ്ഞിട്ട് വസ്ത്രത്തില് ചെന്നായിട്ട് ചോരാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. പക്ഷെ ഈ യൂസഫ് അലൈഹി ഇസ്ലാമിന്റെ മണം യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ അറിയുന്നത് കൊണ്ട് തന്നെ ഇതല്ല എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം ക്ഷമയോട് കൂടിയിട്ട് അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാനുള്ള ഒരു വലിയ പാഠവും കൂടി ഉണ്ട്. കാരണം നമ്മള് നമുക്കറിയാം ഒരു കാര്യത്തില് തെറ്റുണ്ട്, അവര് തിന്മയിലാണെന്ന് നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ അറിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ തെറ്റിലേക്ക് വീണ്ടും പോയി വീഴാന് ഇട കൊടുക്കരുത് എന്നാണ്. ഒരു സത്യവിശ്വാസിയെ 2 പ്രാവശ്യം ഒരേ മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കുകയില്ല എന്നാണ്. അതായത് ഒരാള് തിന്മ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെയും അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മള് വീണ്ടും വീണ് കൊടുക്കാൻ പാടില്ല. അത് എന്തിന്റെ പേരിലായാലും, ചിലപ്പോൾ കുടുംബങ്ങളായിരിക്കും, ബന്ധുക്കളായിരിക്കും, നമ്മുടെ അടുത്തവരായിരിക്കും, ചിലപ്പോൾ ഭർത്താവായിരിക്കും, മക്കളായിരിക്കും. പക്ഷെ തിന്മയാണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് അവര് പാവമല്ലേ എന്ന് കരുതിയിട്ട് നമ്മള് വീണ്ടും പോയിട്ട് വീണ് കൊടുത്താല് അത് നമുക്ക്
ആജീവനാന്തം നമുക്ക് പ്രയാസം അനുഭവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകും. ഒരു സ്ഥലത്ത് നമ്മൾ തിന്മ കണ്ടു കഴിഞ്ഞാൽ അതിനെ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്നതല്ല, നമ്മുടെ ഈമാന്റെ ശക്തി കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും ചാഞ്ചല്യപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു യാത്രാ സംഘം വന്നു. അവർ 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 അവർക്ക് വെള്ളം കൊണ്ടുവരുന്ന ജോലിക്കാരനെ അയച്ചു. അവർ തന്റെ തൊട്ടിയിറക്കി. അവൻ പറഞ്ഞു, ആഹാ സന്തോഷം, ഇതാ ഒരു ബാലൻ. അവർ ആ ബാലനെ ഒരു കച്ചവട ചരക്കാക്കി ഒളിച്ചു വെച്ചു. അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അവർ അവനെ തുച്ഛമായ ഒരു വിലയ്ക്ക് ഏതാനും വെള്ളിക്കാശിന് വിൽക്കുകയും ചെയ്തു. അവർ അവന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്തവരുടെ കൂട്ടത്തിലായിരുന്നു. ഈജിപ്തിൽ നിന്ന് അവൻ യൂസഫിനെ വിലക്കെടുത്ത ആൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇവന് മാന്യമായ താമസ സൗകര്യം നൽകുക, അവൻ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്ക് അവനെ മകനായി സ്വീകരിക്കാം. അപ്രകാരം യൂസഫിനെ നാം ആ ഭൂപ്രദേശത്ത് സൗകര്യപ്പെടുത്തുന്നുണ്ടാക്കി കൊടുത്തു. സ്വപ്നവാർത്തകളുടെ വ്യാഖ്യാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് നാം അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയും കൂടിയാണത്. അള്ളാഹു തന്റെ കാര്യം ജയിച്ചടക്കുന്നവനത്രേ, പക്ഷെ മനുഷ്യരിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ അദ്ദേഹത്തിന് നാം യുക്തിബോധവും അറിവും നൽകി. സുകൃതം ചെയ്യുന്നവർക്ക് അപ്രകാരം നാം പ്രതിഫലം നൽകുന്നു. അൽഹംദുലില്ലാ. ഇതുവരെ നമുക്ക് നിർത്താം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇന്ന് വൈകുന്നേരം മഗ്‌രിബിന് ശേഷം നമുക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ അസറിന് ശേഷം എടുക്കാം ഇൻഷാ അല്ലാഹ്. ടൈം ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹുമ്മ ബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ അസറിന് ശേഷം മതി ടീച്ചറെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله أغنني بفضلك من سواك. ربي أنزل منزل مبارك أنت خير منزل. اللهم استر ولا تؤثر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. سبحان الله والحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعافني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي أنزل منزل مبارك أنت خير منزلين. اللهم استر ولا تؤثر وتمم بالخير. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. آمين يا رب العالمين. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربي أنزل منزل مبارك أنت خير المنزلين. آمين 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 برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. إن شاء الله بإذن الله ക്ലാസ് എപ്പോഴാണെന്നുള്ളത് വഴി അറിയിക്കാം ഇൻഷാ അല്ലാഹ്. കാരണം എനിക്ക് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇടയിലായിരിക്കും. അപ്പൊ ആ സമയം ഏതാണ് ശരിയായിട്ട് വരിക നോക്കിയിട്ട് ആ സമയത്ത് അറിയിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു ബാരിക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.